അല്ല രാഘവ, നീ ഇതെങ്ങോട്ടാ എന്നെ വിളിച്ചുകൊണ്ട് രാവിലെ തന്നെ പോകുന്നത്? ഹാ, അത് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ നാരായണ. എന്നാലും നിന്റെ സംശയം ശരിയായിരിക്കോ? അന്ന് ഞാൻ അവനെ കണ്ടതുമില്ല. എന്നാലും അവൻ എങ്ങനെയായിരിക്കും ഉണ്ണിയെ പരിചയം? അതാ നാരായണ ഞാനും ആലോചിക്കുന്നത്. ആ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. നമുക്ക് അവനെ കണ്ടു തന്നെ വിശദമായി ഇങ്ങ് ചോദിച്ചു മനസ്സിലാക്കാം. അതാ രാവിലെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞത്. ഇനി ഉണ്ണി എന്തെങ്കിലും അനീഷിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നീ സമാധാനപ്പെട്, നമുക്ക് നോക്കാന്നേ. പിന്നെ മറ്റവനിപ്പോൾ പെണ്ണൊക്കെ കിട്ടിയെന്ന് പറയണ കേട്ടു. അവിടെ ചെല്ലുമ്പോൾ അവളെയും നമുക്കൊന്ന് പരിചയപ്പെടാലോ. അതും പറഞ്ഞ് രാഘവൻ മനസ്സിലൊന്ന് ഊറി ചിരിച്ചു. മല്ലി അലക്കിക്കൊടുത്ത തുണി ഓരോന്നായി എടുത്ത് മുന്നിലെ അയിൽ വിരിക്കുകയായിരുന്നു സേതു. ആഹാ, ഇവൻ പോയില്ലേ? പെട്ടെന്ന് തിരിച്ചു വന്നോ? വണ്ടിയുടെ ശബ്ദം കേട്ട് അവർ മനസ്സിൽ പറഞ്ഞ തുണി വിരിക്കുന്നത് നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. കാറിൽ നിന്നിറങ്ങുന്ന അപരിചിതനെ കണ്ട് സേതു ഒന്ന് സംശയിച്ചു നിന്നു. അനീഷിന്റെ അമ്മ സേതുലക്ഷ്മി അല്ലേ? രാഘവൻ സേതുവിനെ ഒന്ന് മൊത്തത്തിൽ നോക്കി ഒരു വഷളൻ ചിരിയോടെ ചോദിച്ചു. അതെ, ആരാ? മനസ്സിലായില്ല. എൻ്റെ പേര് രാഘവൻ, അനീഷിനറിയാം. ഓ, സാറ് പോലീസല്ലേ? സേതു പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു. അതെ, രാഘവൻ മീശ ഒന്നുകൂടി പിരിച്ചുകൊണ്ട് പറഞ്ഞു. സാറ് വരണം, അകത്തേക്കിരിക്കാം. ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല, അനീഷിനൊന്ന് കാണാം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവനെ ഒന്ന് വിളിക്കേ. അയ്യോ, അവൻ കുറച്ച് മുന്നേ പോയതേയുള്ളൂ സാറേ. ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സാറിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, സേതു വിനയത്തോടെ പറഞ്ഞു. ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ട് സാറേ, അനീഷിൻ്റെ ഭാര്യയുണ്ട്. സാർ അകത്തോട്ട് ഇരുന്നാൽ ഞാൻ ചായ എടുക്കാം. ആ, എന്തായാലും ഇതുവരെ വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. എന്താ? ഓ, സന്തോഷം സാറേ, വന്നാട്ടെ. ഒരു ഗ്ലാസ് ചായ പോരാ കേട്ടോ, ഞങ്ങൾ രണ്ടുപേരുണ്ട്. എടാ, നീ ഇറങ്ങുന്നില്ലേ? രാഘവൻ കാറിലേക്ക് നോക്കി വിളിച്ചു. കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് സേതു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോയി. നാരായണേട്ടൻ. അറിയാതെ അവരുടെ വായിൽ നിന്നും ആ പേര് പുറത്തേക്ക് വീണു. നാരായണനും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ. ഈ അമ്മ ഇതെവിടെ പോയി? കുറേ നേരം ആയല്ലോ പോയിട്ട്. സേതുവിനെ കാണഞ്ഞുകൊണ്ട് മല്ലി മുൻവശത്തേക്ക് നടന്നു. പെട്ടെന്ന് അവളുടെ കാലുകൾ നിശ്ചലമായി. മുന്നിൽ നിന്നും കേൾക്കുന്ന ആ ശബ്ദം അവളിൽ വല്ലാത്ത ഭീതി പടർത്തി. അവൾ പതിയെ പുറകിലെ ചുമരിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. എന്നിട്ട് പതിയെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നിലേക്ക് തല നീട്ടി നോക്കി. സേതുവിനോട് സംസാരിക്കുന്ന രാഘവനെയും കാറിൽ നിന്നും ഇറങ്ങുന്ന നാരായണനെയും കണ്ട് മല്ലി നിന്നി വിറയ്ക്കാൻ തുടങ്ങി. ഞാനിവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അയാൾ എന്നെ കൊണ്ടുപോകും. എന്നെ രക്ഷിക്കാൻ അനീഷേട്ടൻ പോലും ഇവിടെയില്ല. ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ? മല്ലി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പോയി. ചേട്ടനെന്ന് വന്നിരുന്നെങ്കിൽ. ലക്ഷ്മി. നാരായണൻ സേതുവിനെ കണ്ടതും വിളിച്ചു. അല്ല, നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ടോ? രണ്ടുപേരുടെയും നിൽപ്പ് കണ്ട് ഒന്നും മനസ്സിലാക്കാതെ രാഘവൻ ചോദിച്ചു. ഉണ്ട്, ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സേതുലക്ഷ്മി. ആര്? പണ്ട് നീ സ്നേഹിച്ചെന്ന് പറഞ്ഞ ആ സേതുലക്ഷ്മിയാണോ ഇത്? അതെ രാഘവ. ആ, അത് കൊള്ളാലോ നാരായണ. ഇവിടെ വന്നപ്പോൾ നിന്റെ പഴയ കാമുകിയെ കാണാൻ പറ്റി. ഇനി അനീഷ് എങ്ങാനും നിന്റെ മകനാണെന്ന് പറയോ? അതെ, അനീഷ് ഇയാളുടെ മകൻ തന്നെയാ. കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ രാഘവൻ ഒരു നിമിഷം അന്തം വിട്ട് നിന്നു പോയി. ഒരു തമാശയ്ക്ക് വായിൽ വന്നതാണ്, എന്നാൽ ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു. കേട്ട വാർത്ത വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു മല്ലിയും. അനീഷേട്ടൻ നാരായണന്റെ മകനാണോ? അനീഷേട്ടൻ ഇതറിഞ്ഞ? ലക്ഷ്മി, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കില്ല. അന്ന് ഞാൻ ഗർഭിണിയാണെന്ന് എൻ്റെ ഏട്ടൻ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഏട്ടനെ ആട്ടിപ്പായിച്ചില്ലേ? നിങ്ങളുടെ കുഞ്ഞല്ല എൻ്റെ വയറ്റുള്ളത് എന്നും പറഞ്ഞ് അന്നത്തെ ഒരാവേശത്തിൽ പറ്റിപ്പോയതാ ലക്ഷ്മി. നീ എന്നോട് ക്ഷമിക്ക്. നിങ്ങളോട് ക്ഷമിക്കാനോ അതൊരിക്കലും നടക്കില്ല. നിങ്ങളെ ഇങ്ങനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരാനായിരിക്കും ഈശ്വരൻ ഇത്രയും കാലം എന്നെ ജീവനോടെ ഇട്ടിരുന്നത്. സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ വീട് വിട്ടിറങ്ങി. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവനെ പഠിപ്പിച്ച് വലുതാക്കി ഇവിടെ വരെ എത്തിച്ചു. ഇനി എനിക്ക് മടങ്ങിപ്പോകാം സന്തോഷത്തോടു കൂടി. എവിടെ എൻ്റെ മോൻ? എനിക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ സ്നേഹം എവിടുന്ന് വന്നു? അന്നൊന്നും ഞാനിത് കണ്ടില്ലല്ലോ. അന്ന് നിൻ്റെ വീട്ടുകാർ എന്നെ കാണാൻ വന്നിരുന്നു. നിന്നെ മറക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്നെയും കുടുംബത്തെയും നശിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. മതി, എനിക്കൊന്നും കേൾക്കണ്ട. എന്തിൻ്റെ പേരിലായാലും സ്നേഹിച്ച പെണ്ണിനെയും അവളുടെ വയറ്റുള്ള കുഞ്ഞിനെയും ഉപേക്ഷിച്ച് നിങ്ങളൊരു ആണല്ല. പോ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിക്കണം. ഇതെൻ്റെ വീടാ. ഞാൻ നിൻ്റെ കാല് പിടിക്കാം. എൻ്റെ മോനെ എനിക്കൊന്ന് കാണണം. ഞാൻ വൃത്തികെട്ടവനാ. പെണ്ണി പിടിച്ചും കൂട്ടിക്കൊടുത്തും തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. ഇത്രയും കാലം സ്വന്തം ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ജീവിച്ചു. ഇല്ല, ആർമാദിച്ചു. എന്നാലിപ്പോൾ എനിക്കൊരു മകനുണ്ട്.
ശരിയാ, അവൻ നിങ്ങളുടെ മകൻ തന്നെയാ. പക്ഷേ ഇന്ന് വരെ അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല അവൻ്റെ അച്ഛൻ്റെ കഥയൊന്നും. ഇനി എനിക്ക് അവനോട് പറയണം നിങ്ങളാണ് അവൻ്റെ അച്ഛനെന്ന്. അവൻ തീരുമാനിക്കട്ടെ അച്ഛനെ വേണോ ഇല്ലയോ എന്ന്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകണം. സേതു നെഞ്ചിൽ കൈവച്ച് ഒരു കിതപ്പോടെ പറഞ്ഞു. ഞാനിപ്പോൾ പോകുക ലക്ഷ്മി. ഞാൻ ഇനിയും വരും എൻ്റെ മോനെ കാണാൻ. രാഘവ, നമുക്കിപ്പോൾ പോകാം. നാരായണൻ രാഘവനെയും കൂട്ടി കാറിലേക്ക് കയറി. കാർ ശരവേഗത്തിൽ റോഡിലേക്ക് പാഞ്ഞു. സേതു പെട്ടെന്നുണ്ടായ തളർച്ചയോടെ മുറ്റത്തേക്കിരുന്നു. ഉള്ളിലാകെ വല്ലാത്ത പരവേശം തോന്നിപ്പോയി അവർക്ക്. മോളെ, അവർ അകത്തേക്ക് നോക്കി വിളിച്ചു. കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു മല്ലി. അവളവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അയാൾ വന്നതെന്ന് മല്ലി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സേതുവിൻ്റെ വിളി അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. അയ്യോ അമ്മേ! നിലത്ത് വീണ് കിടക്കുന്ന സേതുവിനരികിലേക്ക് മല്ലി ഓടിച്ചെന്നു. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? വന്നേ, നമുക്ക് അകത്തേക്ക് പോകാം. മല്ലി അവരെ താങ്ങി എണീപ്പിച്ച് അകത്തേക്ക് നടത്തി. അകത്തെ മുറിയിലെ കട്ടിലേക്ക് സേതുവിനെ കിടത്തി. മോളെ, അമ്മയ്ക്ക് ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ. വല്ലാത്ത പരവേശം. മല്ലി മേശയിലിരുന്ന ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് സേതുവിന് കൊടുത്തു. മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ പറയാൻ വന്നത് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. മോളെ, ദേ ആ പെട്ടിയിലൊരു ഫോട്ടോയുണ്ട്, അതൊന്ന് എടുത്തു തരുമോ? മേശയുടെ അടിയിലായിരിക്കുന്ന പെട്ടി ചൂണ്ടി സേതു പറഞ്ഞു. എടുത്തു തരാമേ. അവൾ വേഗം ആ പെട്ടി തുറന്നു നോക്കി. മോളെ, അതിലിരിക്കുന്ന ആ കുഞ്ഞു കവറിലെ അതിങ്ങെടുത്തേ. അവർ വല്ലാത്ത ശ്വാസമുട്ടലോടെ പറഞ്ഞു. മല്ലി അവർ പറഞ്ഞ കവറെടുത്ത് സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. സേതു കവറിൽ നിന്നും ഒരു ഫോട്ടോ പുറത്തേക്ക് എടുത്തു. മോളെ, ഇത് അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ്. നീ ഇത് അവൻ്റെ കയ്യിൽ കൊടുക്കണം. അത് അമ്മ, ഞാൻ. മല്ലി ആ ഫോട്ടോ വാങ്ങാതെ പേടിയോടെ നിന്നു. അവൾക്കറിയാമായിരുന്നു അത് ആരുടെ ഫോട്ടോയാണെന്ന്. ചേട്ടൻ വരുമ്പോൾ അമ്മ തന്നെ കൊടുത്താൽ മതി, മല്ലി വിക്കി വിക്കി പറഞ്ഞു. അതുവരെ ഞാൻ ഉണ്ടാക്കുമെന്ന് ഉറപ്പില്ല മോളെ. എനിക്ക് വല്ലാതെ വരുവാ. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്കൊന്നുമില്ല. അമ്മയെ ഞാൻ എങ്ങോട്ടും വിടില്ല. അവൾ സേതുവിൻ്റെ അരികിലായിരുന്നു. മോളെ, നീ ഇത് അവന് കൊടുക്കണം. അവർ ബലമായി ആ ഫോട്ടോ മല്ലിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ആ ഫോട്ടോയിലേക്ക് നോക്കിയതും അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ചിരിയോടെ നിൽക്കുന്ന നാരായണൻ്റെ ഫോട്ടോ അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. മോളെ, സേതു വല്ലാത്തൊരു പരവേശത്തോടെ വിളിച്ചു. മല്ലിയുടെ കയ്യിലായി ഇറുക്കി പിടിച്ചു. സേതുവിൻ്റെ അവസ്ഥ കണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതൊരു നിമിഷം നിന്നു. എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിൽ വെച്ചിരുന്ന സേതുവിൻ്റെ ഫോൺ എടുത്ത് അനീഷിനെ വിളിച്ചു. അമ്മയുടെ കോൾ കണ്ടതും വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി അനീഷ് കോൾ എടുത്തു. എന്താ അമ്മേ? ഏട്ടാ, ഇത് ഞാനാ. അമ്മയ്ക്ക് തീരെ വയ്യ, ഒന്ന് വേഗം വീട്ടിലേക്ക് വരുമോ? മല്ലി ഒറ്റ ശ്വാസത്തിൽ എങ്ങനെയോ പറഞ്ഞു. അമ്മയ്ക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് കുഴിഞ്ഞു വീണതാ. ഒന്ന് വേഗം വാ, എനിക്ക് പേടിയാകുക. ഞാൻ ഇപ്പോൾ വരാം, നീ ടെൻഷൻ ആകണ്ട. അവൻ കോൾ കട്ട് ചെയ്ത് വണ്ടി വേഗം വീട്ടിലേക്ക് തിരിച്ചു. എന്താ അളിയാ, എന്താ പറ്റിയേ? അറിയില്ല കിരണേ, അമ്മയ്ക്ക് തീരെ വയ്യെന്ന് അനീഷ് നിറ കണ്ണുകളോടെ പറഞ്ഞു. അല്ല, രാവിലെ ലക്ഷ്മി അമ്മയെ കണ്ടപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് ഇതെന്ത് പറ്റി? എനിക്കൊന്നും അറിയില്ലടാ. അവൻ വണ്ടി വേഗം പറത്തി വിട്ടു. സേതു വല്ലാത്ത പരവേശത്താൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാൻ തുടങ്ങി. അമ്മേ, അമ്മേ, ചേട്ടൻ ഇപ്പോൾ വരും, അമ്മയ്ക്കൊന്നുമില്ല, മല്ലിക്കണ്ണ നീരോടെ പറഞ്ഞു. മോളെ, നീ എൻ്റെ മോൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അവനെ ഉപേക്ഷിച്ച് പോകരുത്. അവനെ നിൻ്റെ കയ്യിലേക്ക് തന്നിട്ടാ ഞാൻ പോകുക, സേതു വെപ്രാളത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയില്ല അമ്മേ, അമ്മയ്ക്കൊന്നുമില്ല. പെട്ടെന്ന് സേതു മല്ലിയുടെ കയ്യിൽ ബലമായി ഒന്ന് പിടിച്ചു. കണ്ണുകൾ മീനിലേക്ക് തുറച്ചു. പതിയോടെ ശ്വാസഗതി നിലച്ചു. അമ്മേ, അമ്മേ! അനക്കൊന്നുമില്ലാതെ കിടക്കുന്ന സേതുവിനെ മല്ലി കുലുക്കി വിളിച്ചു. അമ്മേ! മല്ലിന്ന് ഉറക്കെ അലറി വിളിച്ചു. അനീഷ് വണ്ടി നിർത്തി അകത്തേക്ക് കുതിച്ചു. മല്ലിയുടെ നിലവിളി കേൾക്കെ അവൻ്റെ ശരീരം ആകെ തളർന്നു തുടങ്ങി. അനീഷേട്ടാ, അമ്മ പോയി. അനീഷിനെ കണ്ടത് മല്ലി പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ ഒരു കൈയല്ല അവളെ ചേർത്ത് പിടിച്ച് അമ്മയ്ക്കരികിലായി ചെന്നു. അവൻ തളർച്ചയോടെ അമ്മയ്ക്കരികിലേക്കിരുന്നു. തുറന്നിരുന്ന കൺപോളകൾ മെല്ലെ അടച്ചു. പിന്നെ കട്ടിൽ ചാരി നിലത്തേക്കിരുന്നു. അളിയാ, അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ? എല്ലാം കഴിഞ്ഞില്ലേ? ഇനി കൊണ്ടുപോയിട്ട് എന്താ കാര്യം? എന്നാലും അവസാനമായി എന്നെയൊന്ന് കാണാൻ പോലും നിൽക്കാതെ എന്നെ വിട്ടിട്ട് പോയി കളഞ്ഞില്ലേ? അവനൊരു കൊച്ചുകുട്ടിയുടെ വിതുമ്പലോടെ കിരണിനെ കെട്ടിപ്പിടിച്ചു. കിരണിൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. അനീഷിനെ പോലെ തന്നെയായിരുന്നു അവനും ഈ വീട്ടിലെ സ്ഥാനം. അവനെയും സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. ഓരോന്നും ഓർക്കവേ കിരണം ഒന്ന് ഏങ്ങിപ്പോയി. മല്ലിയുടെ നിലവിളി കേട്ട് അടുത്തുള്ള ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. വിവരമറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി. അനീഷ് എല്ലാം തകർന്നവനെ പോലെ ആ ഇരിപ്പ് തന്നെ തുടർന്നു. ജീവനുണ്ടെന്ന തെളിവിനായി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
കിരൺ ഓടി നടന്ന് ഓരോ കാര്യങ്ങളായി ചെയ്തു. അടുത്തുള്ള ഡോക്ടറെ കൊണ്ടുവന്ന് മരണം ഉറപ്പുവരുത്തി. സുഖമില്ലാത്ത ആളായിരുന്നതിനാൽ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടന്നു. ബോഡി കുളിപ്പിച്ച് മുറ്റത്ത് പായിൽ കെട്ടി തിരി കത്തിച്ചു. അടുത്തുള്ളവരും അറിയുന്നവരും ബോഡി കാണാനായി വന്നു പോയിക്കൊണ്ടിരുന്നു. കർമ്മി ഓരോ കർമ്മങ്ങളായി ചെയ്തു. അനീഷ് ഒരു യന്ത്രം കണക്കെ നിന്നു കൊടുത്തു. വീടിൻ്റെ തെക്കേ വശത്തായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ബോഡി കത്തിക്കാനായി കൊണ്ടുപോയി. അവസാനമായി അനീഷ് അമ്മയ്ക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്ത് നിറകണ്ണുകളോടെ ചിതയ്ക്ക് തീ കൊളുത്തി അമ്മയെ യാത്രയാക്കി. നിറകണ്ണുകളോടെ അനീഷ് കത്തിയമർന്ന ചിതയിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. മരണം അറിഞ്ഞു വന്നവർ എല്ലാവരും തിരിച്ചു പോയിരുന്നു. ഇപ്പോൾ അവിടെ അനീഷിനെയും മല്ലിയെയും കൂടാതെ കിരണും ലതയും മാത്രമേയുള്ളൂ. ആരും പരസ്പരം ഒന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. മല്ലി ഉമ്മറത്തെ പടിയിൽ തല ചായ്ച്ചാണ് ഇരിപ്പ്. മോളെ മല്ലി, രാവിലെ ഇവിടെ ആരോ ഇവിടെ വരുന്നത് കണ്ടല്ലോ, ആരായിരുന്നു? അതിനുശേഷമല്ലേ സേതു ചേച്ചി ലതയൊന്ന് പറഞ്ഞു നിർത്തി. നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ലതയുടെ ചോദ്യം മല്ലിയെ ഞെട്ടിച്ച് കളഞ്ഞു. മല്ലി പേടിയുടെ അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, അനീഷേട്ടൻ എന്നെ തന്നെ നോക്കുന്നത്. ഈ ഒരു കാര്യം ഞാൻ മറന്നു പോയിരുന്നു. അല്ല, മനഃപൂർവ്വം മറന്നതായിരുന്നു. എല്ലാം വന്ന് ഓക്കെ ആയതിനു ശേഷം അനീഷേട്ടനോട് തുറന്നു പറയാമെന്ന് കരുതിയതാ. ഇപ്പം പറഞ്ഞാൽ ഏട്ടൻ്റെ പ്രതികരണം എന്തായിരിക്കും? മല്ലി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കിരണും ലതയും മല്ലിയുടെ ഉത്തരത്തിനായി കാത്തു. അത് അറിയില്ല ചേച്ചി, ഞാൻ അപ്പുറത്ത് തുണി അലക്കുമായിരുന്നു, മല്ലി പതർച്ചയോടെ പറഞ്ഞു. അനീഷ് അവിടുന്ന് എണീറ്റ് മല്ലിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മല്ലി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ മുഖം താഴ്ത്തി. അവളുടെ കണ്ണുകളിലെ ഭയം അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ഇവൾ അമ്മയോടെല്ലാം പറഞ്ഞു കാണുമോ? അതാണോ പെട്ടെന്നിങ്ങനെ? ഇവളുടെ ഈ കുറ്റവാളി പോലുള്ള നിൽപ്പ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ലത ചേച്ചി പറഞ്ഞതുപോലെ രാവിലെ ആരായിരിക്കും ഇവിടെ വന്നത്? അനീഷ് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. മല്ലി, അവൻ വിളിച്ചതും ഞെട്ടലോടെ അവൾ മുഖമുയർത്തി. എനിക്കൊന്ന് കിടക്കണം. അവൻ്റെ പ്രതികരണം അവളെ ഞെട്ടിച്ച് കളഞ്ഞു. ചേച്ചി വന്നേ, നമുക്ക് പോകാം, അവർന്ന് കിടക്കട്ടെ. കിരണിന് കാര്യം മനസ്സിലായതുപോലെ ലതയെ പോകാനായി വിളിച്ചു. അനീഷേ, നിങ്ങൾ കിടന്നോ, ഞങ്ങൾ ഇറങ്ങുവാ. ലത അവരോട് യാത്ര പറഞ്ഞ് കിരണിനൊപ്പം വീട്ടിലേക്ക് പോയി. വാ, അകത്തേക്ക് പോകാം. അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി വാതിലടച്ചു. മല്ലി വേഗം മുറിയിലേക്ക് കയറി. അനീഷ് വരുന്നത് കണ്ടതും കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറാനായി പോയതും അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. ഇനി പറ, പെട്ടെന്ന് അമ്മയ്ക്ക് എന്താ പറ്റിയത്? നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പതറിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് എങ്ങനെയോ പറഞ്ഞു. പെട്ടെന്ന് അനീഷിൻ്റെ കണ്ണിൽ അഗ്നി ആളിക്കത്തി. അവൻ കൈവലിച്ച് അവളുടെ ചെകിട്ടത്തായി ഒന്ന് പൊട്ടിച്ചു. നീ ഇത്രയ്ക്ക് ക്രൂരയാണോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോടൊന്നും പറയരുതെന്ന്. എന്നിട്ട് നീ അത് കേട്ടോ? സ്വന്തം മോളെ പോലെയല്ലേ നിന്നെ അമ്മ കണ്ടത്? ഞാനും നിന്നെ എൻ്റെ സ്വന്തമായിട്ടല്ലേ കണ്ടത്? ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദിയെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചു കൂടായിരുന്നോ? ഏട്ടാ, ഞാൻ മിണ്ടി പോകരുത്. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഇന്നു മുതൽ ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാം ഇന്നത്തോടെ അവസാനിച്ചു. അവൻ്റെ വാക്കുകൾ അവളെ ഞെട്ടിച്ച് കളഞ്ഞു. തിരിച്ച് മറുപടി പറയാൻ അവൾക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാഘവനും നാരായണനും വന്ന കാര്യം പറയാൻ അവൾക്ക് പേടിയായിരുന്നു. എടുത്തു ചാടി അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയും, പിന്നെ നാരായണൻ അച്ഛനാണെന്ന് അറിയുമ്പോൾ അവന് അയാളോട് സ്നേഹം തോന്നുമോ എന്നുള്ള പേടിയും ഉണ്ടായിരുന്നു. മല്ലി ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് കയറി. പൈപ്പ് തുറന്നു വിട്ടതിന് ശേഷം ഉള്ളിലുണ്ടായിരുന്ന സങ്കടം മുഴുവനും കണ്ണുനീരായി പുറത്തേക്ക് വിട്ടു. ആടിക്കൊണ്ട കവിളിലായി കൈ കൊണ്ട് ഒന്ന് തൊട്ടു. വേദനയോടെ അവൾ കൈ പിൻവലിച്ചു. മല്ലി ബാത്റൂമിലേക്ക് കയറിയതും അവൻ ദേഷ്യത്തോടെ കട്ടിലേക്ക് കിടന്നു. അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും സ്നേഹിച്ചവൾ ചതിച്ചതിൻ്റെ വേദനയും അവൻ്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അമ്മേ, എനിക്ക് മാപ്പ് തരണം. അമ്മയോട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കിഷ്ടമായിരുന്നു എനിക്ക് അവളെ. അവൻ മനസ്സിൽ അമ്മയോട് മാപ്പ് ചോദിച്ചു. മല്ലി മനസ്സിലെ സങ്കടം മുഴുവനും വെള്ളത്തിനൊപ്പം ഒഴുക്കിവിട്ട് ഒന്ന് കുളിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. കട്ടിലായി കിടക്കുന്ന അവനെന്ന് നോക്കി. കണ്ണിന് കുറുകെ കൈവച്ചുള്ള അവൻ്റെ കിടപ്പ് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിയെന്ന്. എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ അങ്ങനെയാണ് കിടക്കാറ്. അവൾ മുട്ടുകുത്തി അവൻ്റെ കാലിന് അരികിലായിരുന്നു. ഏട്ടൻ, എനിക്ക് മാപ്പ് തരണം. സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള അവകാശമാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. അതേട്ടൻ അറിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഏട്ടനെ നഷ്ടപ്പെട്ടെന്ന് വരാം. ഇനി ഒരു നഷ്ടം കൂടി താങ്ങാൻ എനിക്ക് വയ്യ. ഉള്ളിലെവിടെയോ നിങ്ങളോട് ഒരിഷ്ടമുണ്ട്. എനിക്കറിയാം എന്നിപ്പോൾ ഒരുപാട് വെറുക്കുന്നുണ്ടാകുമെന്ന്. പക്ഷേ എനിക്ക് പേടിയാ. അവളുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീർ അവൻ്റെ പാദങ്ങളിലേക്ക് വീണു. അവൾ പതിയെ എണീറ്റ് കട്ടിലിൻ്റെ മറു സൈഡിലായി വന്ന് കിടന്നു. അമ്മേ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് വേറെ വഴിയില്ല. അവൾ അവനിന്ന് തിരിഞ്ഞു നോക്കി. ഇനി എന്നെ ചേർത്ത് പിടിക്കാൻ
ഈ കൈകൾ ഉണ്ടാകില്ല അല്ലേ? ഞാനെന്നും അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളെന്നെ ചേർത്ത് കിടത്തുന്നത് ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. അവളുടെ മനസ്സ് നൊമ്പരത്താൽ വിങ്ങിപ്പൊട്ടി. കരഞ്ഞു തളർന്ന് എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് പോയി.